കേരള വിഷൻ വാർത്താ നിമിഷം ആരംഭിക്കുകയാണ്. വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണാൻ കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ആക്രമണത്തിലെ പ്രതിയെ തിരിച്ചറിഞ്ഞതായി സൂചന. നോയിഡ സ്വദേശി ഷറാഫു സെയ്ഫാണ് എന്ന് സംശയം. 40 അംഗ അന്വേഷണ സംഘത്തിൽ 5 SP-മാരും 8 CI-മാരും. ദൃക്സാക്ഷി റാസിക്കിന്റെ മൊഴിപ്പകർപ്പ് കേരള വിഷൻ ന്യൂസിന്. കണ്ണൂർ എക്സ്പ്രസിലെ ആക്രമണത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റെയിൽവേയോട് വിശദീകരണം തേടി. NIA അന്വേഷിക്കും. സംസ്ഥാന തീവ്രത വിരുദ്ധ സ്ക്വാഡ് സ്ഥലത്തെത്തും. സംഭവം അതീവ ദുഃഖകരവും ഞെട്ടിക്കുന്നതെന്ന് മുഖ്യമന്ത്രി. അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധിയുടെ 2 വർഷത്തെ തടവ് ശിക്ഷ മരവിപ്പിച്ചു. രാഹുലിന്റെ അപ്പീൽ സ്വീകരിച്ച ഗുജറാത്ത് സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചു. രാഹുൽ കോടതിയിലെത്തിയത് പ്രിയങ്ക ഗാന്ധിക്കും നേതാക്കൾക്കുമൊപ്പം. ശമ്പള വിഷയത്തിൽ പ്രതിഷേധിച്ച് KSRTC കണ്ടക്ടർ അഖില S. നായർക്കെതിരായ നടപടി റദ്ദാക്കി. പാലയിലേക്കുള്ള സ്ഥലമാറ്റ ഉത്തരവ് പിൻവലിച്ചു. വൈക്കത്ത് തന്നെ തിരികെ പോസ്റ്റ് ചെയ്യുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. നീക്കം വ്യാപകമായ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിൽ. തൃശൂർ അവണൂരിലെ ശശീന്ദ്രന്റെ മരണത്തിൽ അസ്വാഭാവികതയെന്ന പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആന്തരികാവയവങ്ങൾ പരിശോധനയ്ക്ക് അയച്ചു. ശശീന്ദ്രന്റെ കുടുംബാംഗങ്ങളുടെ വിശദമൊഴി രേഖപ്പെടുത്തുമെന്ന് പോലീസ്. അരിക്കൊമ്പൻ വിഷയത്തിൽ ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സംഘം ഇടുക്കിയിൽ. യോഗത്തിലേക്ക് ക്ഷണിച്ചില്ലെന്ന ആരോപണവുമായി പ്രതിഷേധിച്ച് ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ. വിദഗ്ധ സംഘം ഏപ്രിൽ 5 റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും.